ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിൽ പരിശോധന. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആരംഭിച്ച പരിശോധനയിൽ കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. സംസ്ഥാനത്തെ ജയിലുകൾ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിതരണം സജീവമാണെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ വ്യാപക പരിശോധന നടന്നത്. പരിശോധനയിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും കഞ്ചാവ് പിടികൂടി. തിരുവനന്തപുരം, കണ്ണൂർ, വിയ്യൂർ, തവനൂർ ജയിലുകളിലാണ് പരിശോധന നടത്തിയത്. ജയിലുകളിൽ എത്തുന്ന പ്രതികളിൽ ചിലർ മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് മിന്നൽ പരിശോധന ആരംഭിച്ചത്. സംസ്ഥാനത്തെ ജയിലുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം സജീവമാണെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ കേരളത്തിലെ എല്ലാ ജയിലുകളിലും പോലീസും ജയിൽ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സംയുക്തമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജയിലിനകത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പലരും അവിടെ വിൽക്കുന്നുണ്ട് എന്നുള്ള പരാതി കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ജയിൽ അധികൃതരും പോലീസും ചേർന്ന് ഈ സെർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കർശന പരിശോധനകളാണ് നടന്നുവരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച 54 ദിവസത്തിനിടെ 6500 കേസുകളിലായി 7500 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനോടകം 70 കോടിയിലധികം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ജയിലുകളിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് പരിശോധന കർശനമാക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത്. ജനം, തിരുവനന്തപുരം.